ച്യവന മഹർഷിയുടെ പുത്രനായ പ്രമദിക്ക് ഘൃതാജി എന്ന അപ്സര വനിതയിലുണ്ടായ പുത്രന്മാരാണ് രുരുവും ശുനകനും. ഇവരിൽ രുരു ബാല്യകാലം മുതൽക്കേ തപോധനനായി തീർന്നു. രുരു ജനിച്ച ആ കാലഘട്ടത്തിൽ വിശ്വാവസു എന്ന ഗന്ധർവന് ദേവലോകസുന്ദരിയായ മേനകയിൽ ഒരു പെൺകുഞ്ഞും പിറന്നു. കുഞ്ഞിനെ സ്ഥൂലകേശൻ എന്ന മഹർഷിയുടെ ആശ്രമ പരിസരത്തുപേക്ഷിച്ച് മേനക മടങ്ങിപ്പോയി. മഹർഷി ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി. പ്രമദ്വര എന്ന പേരിട്ട അവൾ വളർന്ന് അതിസുന്ദരിയായ യുവതിയായി മാറി. അവളെ യാദൃശ്ചികമായി രുരുമുനി കാണുകയും വിവാഹം കഴിക്കണമെന്ന തീവ്രമായ ആഗ്രഹം അയാളിൽ ഉടലെടുക്കുകയും ചെയ്തു. മകൻ്റെ ആഗ്രഹ സാഫല്യത്തിന് അച്ഛൻ്റെ അനുഗ്രഹവും കൂട്ടായി ഉണ്ടായി. പ്രമദി സ്ഥൂലകേശനുമായി സംസാരിച്ച് ആ ബന്ധമങ്ങ് ഉറപ്പിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ മുഹൂർത്ത നക്ഷത്രത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാമ്പുകടിയേറ്റ് പ്രമദ്വര മരിച്ചുപോയി. അവളുടെ ശരീരം ദഹിപ്പിക്കുവാൻ രുരുമുനി പക്ഷേ സമ്മതിച്ചില്ല. തനിക്ക് തപോബലമുണ്ടെങ്കിൽ അവൾ ജീവിക്കട്ടെ, ഇല്ലെങ്കിൽ താനും മരിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനത്തിൽ ലയിച്ച് യോഗസ്ഥനായി. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ ദേവദൂതനെത്തി അയാളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ രുരു തയ്യാറല്ലായിരുന്നു. ഒടുവിൽ അദ്ദേഹം തൻ്റെ അർദ്ധായുസ് പ്രാണേശ്വരിക്ക് ദാനം ചെയ്ത് അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്ന മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹവും നടന്നു. പക്ഷേ അന്നു മുതൽ രുരു മഹർഷിക്ക് പാമ്പുകളോട് കടുത്ത വൈരാഗ്യം ജനിച്ചു. അദ്ദേഹം കൺമുമ്പിൽ കാണുന്ന പാമ്പിനെയൊക്കെ തല്ലിക്കൊല്ലാനും ആരംഭിച്ചു. Bye.